മിസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ ക്ലാസ്. ഓക്കെ ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 10th മൊഡ്യൂളാണ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ്. അതിന്റെ അകത്ത് ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്, ചാപ്റ്റർ 37. ഇതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ആദ്യം എന്താണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് നോക്കാം. എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ്? Linear programming is a technique followed by mathematicians to solve the optimization problems. അതായത് ഒരു ഫാക്ടറിയിലെ പ്രോബ്ലം, എന്തെങ്കിലും ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എന്തോരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്തോരം നഷ്ടം ഉണ്ടാകും. അങ്ങനെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമുക്ക് കുറച്ച് ഒരു പാരഗ്രാഫിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. എന്നാൽ നമ്മുടെ അടുത്ത് എന്ത് പറയും? അതിന്റെ അകത്തുനിന്ന് ഓരോ കൺസ്ട്രെയിൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഒക്കെ നമ്മുടെ അടുത്ത് തന്നെത്താനെ എഴുതാൻ പറയും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിയർ ആവും ഇങ്ങനെ അത് ചെയ്യുന്നതെന്ന്. ഇനി അടുത്തതാണ് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് വേരിയബിൾസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം which satisfies set of constraints and the non-negative restriction is called a feasible solution. നമ്മൾ ഈ കൺസ്ട്രെയിൻസും സാധനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മളത് ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ അകത്തുനിന്ന് നമ്മൾ അതിന് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതായത് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടാവും. ആ റീജിയനെയാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. A feasible solution of a linear programming problem which optimizes its objective function is called optimal solution of the problem. അപ്പോ ആ feasible solutionൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും ഇല്ലേ? അത് നമ്മുടെ പ്രോബ്ലത്തിന് ഏത് സൊല്യൂഷൻ ആണ് വേണ്ടത്? മാക്സിമൈസ് എന്നാണ് നമ്മുടെ പ്രോബ്ലം എങ്കിൽ നമ്മൾ മാക്സിമം വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കാം. മിനിമൈസ് എന്നാണെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്? അപ്പൊ ഏത് പ്രോബ്ലം ആണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വാല്യൂ ഉണ്ടാവും ആ പ്രോബ്ലത്തിന്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. Optimal solution of a linear programming problem is located at a vertex of the set of feasible regions. ഒരുപാട് വെർട്ടെക്സ് അത് നമുക്ക് ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ ക്ലിയർ ആകും. ഗ്രാഫിൽ നമുക്ക് ഒരുപാട് വെർട്ടീസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ വെർട്ടീസസിലും നമ്മൾ നമ്മുടെ എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അകത്തുള്ള പ്രോബ്ലം മാക്സിമൈസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഏതിനാണ് വരുന്നത് അതായിരിക്കും എടുത്ത് എഴുതുക. മിനിമൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അകത്ത് ഏതായിരിക്കും മിനിമം, ആ മിനിമം വാല്യൂ എടുത്തായിരിക്കും എഴുതുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഈസ് പ്രൊഡ്യൂസിങ് 2 products A and B. ഒരു കമ്പനിയിൽ 2 പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എയും ബിയും. Each product is processed on 2 machines G and H. Type A requires 3 hours of processing time of G and 4 hours on H. Type B requires 4 hours of processing times on G and 5 hours on H. The availability time is 18 hours and 21 hours for operations on G and H respectively. The products A and B can be sold at the profit of ₹3 and ₹8 per unit respectively. Formulate the problem as a linear programming problem. നമ്മൾ ഇതിനെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ആണ് നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആദ്യം എ കമ്പനി ഈസ് പ്രൊഡ്യൂസിങ് 2 products അല്ലെ, എയും ബിയും. അപ്പൊ അതിനെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എനെ നമ്മൾ X1 ആയിട്ട് എടുക്കാണ്. പ്രൊഡക്റ്റ് എനെ X1 ആയിട്ട് എടുക്കാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബിനെ നമ്മൾ എന്തായിട്ട് എടുക്കാണ്? X2 ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്തപ്പം 0 0 ചെറുതാവില്ലല്ലോ. നമുക്ക് എന്ത് പറയാം? X1 greater than or equal to 0, X2 greater than or equal to 0 എന്ന് എഴുതാം. പ്രൊഡക്റ്റ് എ X1 ആൻഡ് പ്രൊഡക്റ്റ് ബി X2 ടേക്സ് എത്ര ടൈമാണ് എടുക്കുന്നത്? 3 hours of processing time of G and 4 hours in H. എന്താണ് 3
x1 plus 4x2 എന്താണ് 18 അവേഴ്സിനേക്കാൾ അവൈലബിൾ ടൈം 18 അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും 18 അവേഴ്സിനേക്കാൾ കൂടാൻ പാടില്ലല്ലോ. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 എഴുതും. അതുപോലെ തന്നെ ടൈപ്പ് ബി എന്താണ് 4 hours ഓഫ് പ്രോസസിംഗ് ടൈം ഓൺ ജി ആൻഡ് 5 hours ഓൺ എച്ച്. അതെന്ത് വരും 4x1 പ്ലസ് 5x2. അതിന്റെ ടൈം എത്രയാ 21 hours ആണ് മാക്സിമം അല്ലേ. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21 എന്ന് വരും. ഇത് രണ്ടുമാണ് നമ്മുടെ എന്ത് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ അത് എഴുതാം. ഇത് അവൈലബിൾ ടൈം ഈസ് 18 hours. The product A and B can be sold at a profit of ₹3 and ₹8 per unit respectively. അതായത് അതിനകത്ത് പ്രോഫിറ്റിന്റെ പ്രോബ്ലം നമ്മൾ ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാൻ. ഇസഡ് എങ്ങനെ എഴുതും, പ്രൊഡക്റ്റ് എ ആൻഡ് ബി സോൾഡ് അറ്റ് പ്രോഫിറ്റ് ഓഫ് 3 ആണ്. x1 3 ആണ്. അപ്പൊ 3x1 പ്ലസ് 8x2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ കൺസ്ട്രെയിന്റും പ്രൊഡക്റ്റ് പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വൃത്തിയിൽ എഴുതണം കേട്ടോ. എന്ത് ഫൈൻഡ് ദ മാക്സിമം, പ്രോഫിറ്റ് ഒക്കെ മാക്സിമം ആയിരിക്കും ചോദിക്കുക. മാക്സിമം വാല്യൂ ഓഫ് z ഈക്വൽ ടു 3x1 പ്ലസ് 8x2. എന്നിട്ട് എന്ത് ചെയ്യണം, ബൈ അണ്ടർ ദി ഫോളോയിങ് കണ്ടീഷൻ എഴുതാൻ കേട്ടോ. അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻ എന്നിട്ട് ഓരോ കൺസ്ട്രെയിന്റ് കൊടുത്ത് എഴുതാം. ഏതൊക്കെയാണ് 3x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. അടുത്ത ഏതാ 4x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21. അതുപോലെ ഒരെണ്ണം കൂടെ നമ്മൾ എഴുതിയായിരുന്നല്ലോ. എപ്പോഴും നമ്മൾ ഈ x1 x2 ഇത് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാത്തിലും എങ്ങനെ എഴുതണം, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയില്ലേ അതെങ്ങനെ ചെയ്യുന്നതെന്ന്. അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത പ്രോബ്ലത്തിൽ എന്താ പറയണേ, a factory manufactures two articles A and B. Two manufacturers the article a certain machine has to be worked for 1 hour 30 minutes and in addition a craftsman had to work for 2 hours. To manufacture the article B, the machine has to be worked for 2 hours and 13 minutes. In addition, the craftsman has to work for 1 hour and 13 minutes. In a week, the factory can avail of 18 hours of machine time and 17 hours of craftsman's time. The profit on each article A is ₹5 and on each article B is ₹4. If all the articles are produced can be sold away, find how many of each kind should be produced to earn the maximum profit for week. Formulate the problem as a linear programming problem. അപ്പൊ ഞാൻ ഇവിടെ പ്രോഫിറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിള് എത്രവരം പ്രൊഡ്യൂസ് ചെയ്യുന്നെടുക്കാം, x1 പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് എടുക്കാം. അതുപോലെ തന്നെ ബി എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എടുക്കാം, x2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എടുക്കാം. ഇനി ആദ്യത്തെ ഡാറ്റ നമുക്ക് എന്ത് എഴുതാം, ദ മാനുഫാക്ചർ ആർട്ടിക്കിൾ എ certain machine has to be worked for 1 hour 30 minutes and in addition a craftsman has to work for 2 hours. മാനുഫാക്ചർ ആർട്ടിക്കിൾ ബി. അപ്പൊ അതങ്ങനെ എഴുതാം 1 hour 30 minutes. അപ്പൊ അതിനെങ്ങനെ എഴുതാം 1.5 എന്ന് എഴുതാം അല്ലെ. 1.5 x1 പ്ലസ് എന്താണ് 2x2. ഇനി അതിന്റെ സമയം എന്താ വന്നിരിക്കുന്നത് 2x2. നമ്മൾ ആദ്യം മാനുഫാക്ചർ മേക്ക് ചെയ്യുന്നത്, അതായത് എക്കും ബിക്കും മാനുഫാക്ചർ എടുക്കുന്ന സമയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ് മാനുഫാക്ചർ എടുക്കുന്നത്, എ ഉണ്ടാക്കാൻ വേണ്ടി 1.5 x1 പ്ലസ് ബി ഉണ്ടാക്കാനായിട്ട് എത്ര എടുക്കുന്നത്, ടു മാനുഫാക്ചർ ആർട്ടിക്കിൾ ബി ദ മെഷീൻ ഹാസ് ടു ബി വർക്ക്ഡ് ഫോർ 2 hours 30 minutes. അപ്പൊ എന്ത് വരും 2.5 x2. എന്നിട്ട് മെഷീൻ അവർ എത്ര വരെ ആവാന്നാ പറഞ്ഞിരിക്കുന്നത് 18 hours ഫോർ മെഷീൻ ആണ്. അപ്പൊ എന്ത് വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 വരും. അതുപോലെ തന്നെ ആരുടെ എഴുതാ, ക്രാഫ്റ്റ്സ്മാന്റെ എഴുതാ. അപ്പൊ എന്ത് വരും 2x1 പ്ലസ് 1.5 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും 70 വരും.
ശരിയല്ലേ? അപ്പൊ ഇനി z എന്തായിരിക്കും? z പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പൊ 5x1 പ്ലസ് 4x2 ഇതായിരിക്കും വരാം. നമ്മളിത് എങ്ങനെ എഴുതും? വൃത്തിക്ക് മാക്സിമം വാല്യൂ ഓഫ് z equal to 5x1 plus 4x2 under the following condition. എന്താണ്? 1.5x1 plus 2.5x2 less than or equal to 80. 2x1 plus 1.5x2 less than or equal to 70. അടുത്ത എന്ത് എഴുതണം? x1 greater than or equal to 0, x2 greater than or equal to 0. നിങ്ങൾ ആ പ്രോബ്ലം വായിച്ചിട്ട് വേണം എന്ത് എഴുതാൻ? ഈ കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഒക്കെ കണ്ടുപിടിക്കാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. In a small scale industry, a manufacturer produces two types of books cases. The first type of book case requires 3 hours on machine A and 2 hours on machine B for completion, where the second type of book case requires 3 hours on machine A and 3 hours on machine B. The machine A can run at the most for 18 hours, while the machine B for at most 14 hours per day. He earns a profit of rupees 13 on each bookcase of first type and rupees 14 on each bookcase of second type. How many bookcases of each type would be make each day so as to maximize the profit? What is the maximum profit? അത് മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ പ്രോബ്ലം ജസ്റ്റ് അതിനൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് എഴുതിയുള്ളൂ. പക്ഷെ ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ബുക്ക് കേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. ഒന്നാമത്തെ ടൈപ്പിനെ നമ്മൾ എന്ത് വിളിക്കാണ്? എക്സ് എന്ന് വിളിക്കാണ്. രണ്ടാമത്തേതിനെയോ വൈ എന്ന് വിളിക്കാം. അപ്പൊ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 3x പ്ലസ്, അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബുക്ക് കേസ് റിക്വയർ 3 hours ഓൺ മെഷീൻ എ. മെഷീൻ എയിൽ 3 hours ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബുക്ക്. മെഷീൻ ബിയിൽ എത്ര അവേഴ്സാ? മെഷീൻ ബിയിൽ 2 hours. അപ്പൊ 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിന്റെ സമയം എത്രയാ? 18 hours ആണ്. 18. അടുത്ത എന്ത് വരും? 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 വരും. z എന്താ വരാ? z ഈക്വൽ ടു 30x പ്ലസ് 40y എന്ന് വരും. നമ്മൾ ആദ്യം വൃത്തിക്ക് എഴുതണം കേട്ടോ. എങ്ങനെ എഴുതും നമ്മള്? ഇതെന്ത് മാക്സിമം ചെയ്യാനല്ലേ പറഞ്ഞിട്ടുണ്ട്. എന്ത് എഴുതും? മാക്സിമൈസ് z ഈക്വൽ ടു 30x പ്ലസ് 40y subjected to the constraints. ഇങ്ങനെ വേണത് എഴുതാൻ. കൺസ്ട്രൈൻസ് ഏതൊക്കെയാണ് കൺസ്ട്രൈൻസ്? 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. അടുത്തേതാ? 3x പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മളിത് സോൾവ് ചെയ്തെടുക്കണം. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കാണിച്ചു തരാം. അതായത് ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് ഇല്ലേ? ഈ 2 കൺസ്ട്രെയിൻസ് നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ കൺസ്ട്രെയിൻസിന്റെ ഈ ലെസ് ദാൻ ഈക്വൽ ടു മാറ്റിയിട്ട് എന്ത് ചെയ്താൽ അത് ഈക്വൽ ടു ആയിട്ട് എഴുതാം. എന്ത് വരും? 3x പ്ലസ് 2y ഈക്വൽ ടു 18 വരും. നമ്മളൊരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് ഒരെണ്ണത്തിൽ എക്സും ഒരെണ്ണത്തിൽ വൈയും കൊടുക്കാം. എന്നിട്ട് ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 0 കൊടുക്കാം. എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ വരുന്നത് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്ത് വരും? 2y ഈക്വൽ ടു 18 വരും. y ഈക്വൽ ടു 80/2 9 എന്ന് വരും. ശരിയല്ലേ? അതുപോലെ വൈക്ക് 0 കൊടുക്കുക. എക്സിന്റെ വാല്യൂ എന്ത് വരും? 18/3 6 എന്ന് വരും. ശരിയല്ലേ? ഇനി അടുത്ത കൺസ്ട്രെയിന്റ് എടുക്കുക. ഏതാ? 3x പ്ലസ് 3y ലെസ് ദാൻ ഈക്വൽ ടു 14 ആണ്. അത് ഈക്വൽ ടു 14 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പെട്ടി വരയ്ക്കും. എക്സ് വൈ, എന്നിട്ട് എന്ത് ചെയ്യുക? എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 വൈ എന്ത് വരും? 14/3 എന്ന് വരും. ശരിയല്ലേ? അതുപോലെ വൈക്ക് 0 കൊടുക്കുക. എക്സിന്റെ വാല്യൂ എന്ത് വരും? 14/3 എന്ന് വരും.
ഇതൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരാ? ആദ്യത്തത് 0, 9, 6, 0 അല്ലെ? 0, 9 ഇവിടെ വരാ വൈയുടെ വാല്യൂ ആണ്. അപ്പൊ 0, 9, അടുത്തത് 6, 0, 6, 0. ഇനി നമ്മുടെ കൺസ്ട്രെയിന്റ് ശരിക്കും ഇങ്ങനെയല്ലേ? 3x plus 2y less than or equal to 18 എന്നല്ലേ? ഈ രണ്ട് വാല്യൂവിനും 0, 0 കൊടുത്തു നോക്കാം. അപ്പൊ ഇത് ലെസ് than or equal to 18 കിട്ടൂലേ? അതായത് ഇത് കൂട്ടി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. എക്സിനും വൈക്കും വാല്യൂ 0 കൊടുത്തിട്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 0 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പോർഷനിലേക്കായിരിക്കും ഗ്രാഫിന്റെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ അടുത്തതും വരയ്ക്കാം. 14/3 ആണ്. അതെവിടെ വരും? ഇവിടെ ആയിരിക്കും വരുന്നത്. 14/3, 14/3 0. ഇവിടെയും വരും 14/3 0, 14/3. ഇത് വരും. ഇതിന്റെ അകത്തും ഈ ഇക്വേഷനിലും എന്ത് ചെയ്യാം? 0 ഇട്ട് കൊടുക്കാം. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14, 2 അല്ലേ? അപ്പൊ എന്തായിരിക്കും? 0 ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷൻ ആയിരിക്കും. പിന്നെ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാ? ഈ പോർഷൻ അല്ലേ? ഇതായിരിക്കും എന്ത് വരിക? നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞു വരിക. ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 2x plus 3y less than 6. അടുത്തത് 3x plus 2y less than or equal to 6. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് എന്താക്കി എഴുതാം? ഈക്വൽ ടു സൈൻ ഇട്ട് എഴുതാം. എന്ത് വരും? 2x plus 3y equal to 6. നേരത്തെ വരച്ച പോലെ തന്നെ എന്ത് ചെയ്യാം? ബോക്സ് വരയ്ക്കാം. x, y. അപ്പൊ x 0 കൊടുക്കുമ്പോൾ y എന്ത് വരും? 2 വരും. y 0 കൊടുക്കുമ്പോൾ x എന്ത് വരും? 3 വരും. അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ എഴുതാം. 3x plus 2y equal to 6. x, y. ആദ്യം x ന് 0 കൊടുക്കുക. y എന്ത് വരും? 3 വരും. yക്ക് 0 കൊടുക്കുക. അപ്പൊ x എന്ത് വരും? 2 വരും. അത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എന്ത് വരും? ഇവിടെ 3, 0, 0, 2. ഈ പോർഷൻ ആയിരിക്കും. അടുത്തത് 2, 0, 0, 3. ഇങ്ങനെ വരും. അപ്പൊ ഏത് പോർഷൻ ആയിരിക്കും വരിക? ഈ പോർഷൻ ആയിരിക്കും വരിക. അതെ. അങ്ങനെയാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 5. A dealer has rupees 1,500 only for the purchase of rice and wheat. A bag of rice costs rupees 1,800 and a bag of wheat costs rupees 120. He has a storage capacity of 10 bags only and the dealer gets a profit of rupees 11 and rupees 8 for bag of rice and wheat respectively. How he would spend money in order to get maximum profit. Maximum profit കിട്ടാനായിട്ട് എന്തോരം മണി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇതിന്റെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കൺസിഡർ ചെയ്യാൻ പോവാണ്. എന്താ വരാ? നമ്മള് x1 റൈസും റൈസ് x1 ആയിട്ടും ബാഗ് x2 ആയിട്ടും എടുക്കുക. അപ്പോ നമ്മുടെ കൺസ്റ്റന്റ് എന്തായിരിക്കും? 1,800 x1 plus 120 x2 less than or equal to 1,500. അതായത് ഇതെന്ത് വരും? 6x1 plus 4x2 less than or equal to 15 വരും. ഇനി ഇതാണ് കൺസ്ട്രെയിന്റ്. അതുപോലെ തന്നെ he has storage capacity of 10 bags എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് എന്ത് വരും? x1 plus x2 less than or equal to 10 എന്ന് വരും. z എന്താണ്?
Z നമുക്ക് പ്രോഫിറ്റ് അല്ലേ Z, അതായത് Z ഇവിടെ എത്ര വന്നിരിക്കുന്നത് 11x1 പ്ലസ് 8x2. ഇതാണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കാനായിട്ട് കൺസ്ട്രെയിൻസ് എടുക്കുക, എന്നിട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കുക. എന്ത് വരും, 6x1 പ്ലസ് 4x2 ഈക്വൽ ടു 15 വരും. ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ വരച്ച പോലെ ബോക്സ് വരയ്ക്കാം. എക്സും വൈയും എക്സിന് 0 കൊടുക്കുക. അപ്പൊ വൈ എത്ര കിട്ടും, 25/2 എന്ന് വരും. അതുപോലെ വൈക്ക് 0 കൊടുക്കുക, എക്സ് എത്ര കിട്ടും, 25/3 എന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്ത കൺസ്റ്റന്റ് എടുക്കുക, x1 പ്ലസ് x2 ഈക്വൽ ടു 10. അപ്പോ അതിന്റെ ടേബിൾ വരയ്ക്കുമ്പോൾ എക്സ് വൈ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്ത് കിട്ടും, 10 കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ x1 എന്ത് കിട്ടും, 10 കിട്ടും. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇവിടെയാണ് 25/3 0, ഇവിടെ 0 25/3 പ്ലസ് ആർ ഈക്വൽ ടു ആയത് കാരണം 0 ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഈ പോർഷൻ ആയിരിക്കും വരാം. ഇനി അടുത്തത് 10 0 ഇവിടെ വരും, ഇവിടെ വരും 10 0. അതുപോലെ അടുത്തത് 0 10. 0 10 എവിടെ വരും, ഇവിടെ വരും 0 10. ഇത് കൂട്ടി വരയ്ക്കാം. അപ്പൊ ഏത് പോർഷൻ ആയിരിക്കും വരാ, താഴത്തേക്കുള്ള പോർഷൻ ആയിരിക്കും വരാം. അതായത് നമ്മുടെ റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് എഴുതിയിരിക്കുന്ന റീജിയൻ ആണ്. നമ്മൾ ഇതിനകത്തുനിന്ന് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് എങ്ങനെയാണ് ഇതിന്റെ മാക്സിമം പ്രോഫിറ്റിൽ ചോദിച്ചിരിക്കുന്നത്, മാക്സിമം പ്രോഫിറ്റ് എന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഷെയ്ഡഡ് റീജിയൻ ഇല്ലേ, ഈ ഷെയ്ഡഡ് റീജിയന്റെ എൻഡ് വെർട്ടീസസ് ഏതൊക്കെ നോക്കാം. അതായത് ഇവിടെ ഒരു വെർട്ടെക്സ് വരുന്നുണ്ട്, ശരിയല്ലേ? അതായത് ഇവിടെ ഒരു വെർട്ടെക്സ് വരുന്നുണ്ട്, അതായത് ഇവിടെ ഒരു വെർട്ടെക്സ്, പിന്നെ ഇവിടെ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ്. ഈ വെർട്ടെക്സ് എന്താ നമുക്കറിയാം, ഏതാണത്, 25/3 0. ഇവിടെ ഏതാണ് വരുന്നത്, ഇവിടെ ഏതാണ് വരുന്നതെങ്കിൽ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും സോൾവ് ചെയ്യണം. ഇത് 0 0 ആണെന്നറിയാം, ഇത് ഏതാണ് 0 10 ആണെന്ന് അറിയാം. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യണം നമ്മൾ. അതായത് ഒരെണ്ണം x1 പ്ലസ് x2 ഈക്വൽ ടു 10 ആണ്. അടുത്തത് 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 25. 2 പുറത്തെടുത്താണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനോട് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും, 2x1 പ്ലസ് 2x2 ഈക്വൽ ടു 20 എന്ന് വരും. എന്നിട്ട് ഈ ഇക്വേഷൻ നമ്പർ 2 ന്ന് മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, x1 ഈക്വൽ ടു 5 എന്ന് കിട്ടും. അത് ഈ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും, x2 ഈക്വൽ ടു 5 എന്ന് കിട്ടും. അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എൻഡ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് സൊല്യൂഷൻ റീജിയൻ. ഇനി നമ്മൾ മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, z ഇല്ലേ, z ഇക്വേഷൻ ഏതാ നമുക്ക് കിട്ടിയത്, z ഈക്വൽ ടു 11x1 പ്ലസ് 8x2. എന്നിട്ട് ഈ z ഓരോ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഈ എൻഡ് പോയിന്റ്, അതായത് ഈ എൻഡ് വെർട്ടീസസ് വരുന്നില്ലേ, ആ ഓരോ എൻഡ് വെർട്ടീസസും ഈ z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് z ഓഫ് 5 5 ആദ്യം കണ്ടുപിടിക്കും. അതായത് 5 5 എന്ന് പറയുന്നത് x1ന്റെ വാല്യൂ 5 ഉം x2ന്റെ വാല്യൂ 5. അപ്പൊ എന്ത് വരും, 11 ഇൻറ്റു 5 പ്ലസ് 8 ഇൻറ്റു 5 എന്ന് വരും. ശരിയല്ലേ? അതായത് എത്ര കിട്ടും, 95 എന്ന് വരും. അതുപോലെ തന്നെ z, പിന്നെ ഏതൊക്കെ പോയിന്റ്സ് ഉള്ളത്, ഈ പോയിന്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഈ പോയിന്റ് ഇല്ലേ, z ഓഫ് 0 10 ഉണ്ട് അല്ലേ. അപ്പൊ എന്ത് വരും, 11 ഇൻറ്റു 0 പ്ലസ് 8 ഇൻറ്റു 10, അതായത് 18 കിട്ടും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ഒരു പോയിന്റ് കൂടി ഇല്ലേ, എന്ത് വരും, z ഓഫ് 25/2 0. അതെന്ത് വരും, 11 ഇൻറ്റു 25/2 പ്ലസ് 0. അതും
അതും ഒരു വാല്യൂ കിട്ടും. എന്ത് കിട്ടും? 11 into 25/2 എന്ന് കിട്ടും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാ വരുന്നത്? 95 ആണ് വലിയ വാല്യൂ വരുന്നത്. 95നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. ഇത് 95 ആണ് വരുന്നത്. അതായത് നമുക്ക് പ്രോഫിറ്റ് മാക്സിമം ചെയ്യാനുള്ള വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതായത് 95 നമുക്ക് മാക്സിമം വാല്യൂ അതിനകത്ത് കിട്ടിയത്. അതായത് x1 എത്ര വേണം? x1 എന്ന് പറയുന്നത് 5ഉം x2 എന്ന് പറയുന്നത് 5ഉം ആയാലാണ് എന്ത് പ്രോഫിറ്റ് മാക്സിമം ആവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ആ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഗ്രാഫ് വരച്ചു. ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫ് വരച്ചിട്ട് സൊല്യൂഷന്റെ എൻഡ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? എൻഡ് പോയിന്റ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എൻഡ് പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് സെഡില് ആ ഓരോ എൻഡ് വെർട്ടീസസിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യൻ മാക്സിമൈസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അകത്ത്, അതായത് ആ ഇക്വേഷന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഏത് പോയിന്റിലാണ് വന്നത് അതാണ് അതിന്റെ മാക്സിമം വാല്യൂ എന്ന് നമ്മൾ പറയും. മിനിമൈസ് ചെയ്യാൻ പറഞ്ഞാണെങ്കിലോ ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ് വരുന്നത് അതായിരിക്കും എടുക്കുക കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. അതിലെന്താ പറയുന്നത്? A retailer wishes to buy a number of transistors radio sets of type A and B. Type A costs rupees 316 each and type B costs rupees 240 each. The retailer knows that he cannot sell more than 20 sets. So he does not want to buy more than 20 sets and he cannot afford to pay more than rupees 5,760. His expectation is that he would get a profit of rupees 50 for each set of type A and rupees 40 for each set of type B. Form a mathematical model to find how many of each type should be purchased in order to make his profit as large as possible. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ആ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ എന്താണ് ടൈപ്പ് എ ട്രാൻസിസ്റ്ററിന് എന്താന്ന് കൊടുക്കാണ്? x1 കൊടുക്കാണ്. അതുപോലെ ടൈപ്പ് 2ന് നമ്മൾ എന്ത് കൊടുക്കാണ്? x2 കൊടുക്കാണ്. അറിയാം x1 > 0 ആയിരിക്കും, x2 > 0 ആയിരിക്കും. ഇനി അടുത്തത് അതായത് ഓരോന്നിന്റെയും വില കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? rupees 360. അപ്പൊ 360 x1 പ്ലസ് 250 x2. പക്ഷെ അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 5,760. അതായത് <= 5,716 ആയിരിക്കണം. ശരിയല്ലേ? അതായത് ഇത് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ പുറത്തെടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 3x1 പ്ലസ് 2x2 <= 48 കിട്ടും. നമ്മൾ ഇങ്ങനെ എഴുതുന്ന കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? The retailer knows that he cannot sell more than 20 sets. അതായത് x1 plus x2 <= 20 എന്നറിയാം. ഇനി നമ്മുടെ z എന്താ? z equal to his expectation is that he would get a profit of 15 for each set of type A. അപ്പൊ 20 plus 50 x1 plus 40 x2. ഇതാണ് എന്ത്? നമ്മുടെ z. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എഴുതും ഈ പ്രോബ്ലം? ഫൈൻഡ് മാക്സിമം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. മാക്സിമൈസ് z equal to 50x1 plus 40x2 subjected to the constraints. subjected to the constraints എഴുതാ, അല്ലെങ്കിൽ subjected to the condition എഴുതാ. subjected to the constraints
3x1 plus 2x2 less than or equal to 48. അടുത്തത് x1 plus x2 less than or equal to 20. അവസാനം എന്ത് എഴുതണം? x1 greater than or equal to 0, x2 greater than or equal to 0. Okay, next question. A soft drink company has two bottling plants, one located at P and the other at Q. Each plant produces three different soft drinks, A, B, and C. The capacities of two plants in terms of number of bottles per day are follows. A market survey indicates that during the month of May, there will be demand of 24,000 bottles of A, 160,000 of bottles of B, and 48,000 of bottles of C. The operating cost per day of running plant P and Q are respectively rupees 6,000 and 4,000. How many days should be firm run each plant in the month of May so that the production cost is minimized while still meeting the market demand? അപ്പോൾ നമ്മൾ അതിന്റെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എഴുതാൻ പോവാണ്. ഇങ്ങനെ എഴുതുക അതിന്റെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് പി x1 ഡേയ്സ് റൺ ചെയ്തെന്ന് എഴുതാണ്. പിയുടെ റൺ ചെയ്ത ഇതാണ് x1, ക്യൂവിന്റെ എത്രയാണ്? x2 ആണ് എടുക്കുകയാണ്. ഇനി പെർ ഡേ കോസ്റ്റ് ഫോർ പ്ലാന്റ് പി എത്രയാ? 60,000 ആണ്. അതുപോലെ തന്നെ മറ്റേത് എത്രയാണ്? ക്യൂ എത്രയാണ്? 40,000 ആണ്. 4,000 ആണ്. 6,000, 4,000. നമ്മുടെ z എന്തായിരിക്കും? z ഈക്വൽ ടു 6,000 x1 പ്ലസ് 4,000 x2. ഇതാണ് എന്ത് നമ്മുടെ z എന്ന് പറയുന്നത്. നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതാൻ പോവാണ്. അതായത് എയില് പി എന്ന് പറയുന്ന ബോട്ടിലിംഗ് പ്ലാന്റിൽ നിന്ന് എന്താണ് 3,000 ബോട്ടിൽസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂയിൽ നിന്ന് 1,000 ബോട്ടിൽസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മെയില് എത്രയാണ് വേണ്ടത്? ഡിമാൻഡ് 24,000 ആണ്. അപ്പൊ അതെങ്ങനെ എഴുതും? 3,000 x1 plus 1,000 x2 greater than or equal to 24,000. greater than or equal to വന്നാൻ കാരണം എന്താണ്? ഡിമാൻഡ് ഓഫ് 24,000 ബോട്ടിൽസ് എഴുതിയിരിക്കുന്നത്. അതായത് 24,000 അതിൽ കൂടുതലോ അങ്ങനെ വരുള്ളൂ. അതിന് കുറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നത്. അതുപോലെ തന്നെ ബിയുടെ കാര്യം നമ്മൾ എങ്ങനെ എഴുതും? 1,000 x1 plus 1,000 x2 greater than or equal to 16,000. അല്ലേ? ഇനി അടുത്തതോ? 22,000 x1 plus 6,000 x2 greater than or equal to 48,000. ഇത് മാത്രമല്ല എന്തായിരിക്കും? നേരത്തെ നമ്മൾ x1 less than or equal to 0, x2 greater than or equal to 0 അങ്ങനെയല്ലേ എഴുതിയത്? ഇവിടെ എന്ത് വരും? x1 greater than or equal to 0, x2 greater than. ഇത് എല്ലാത്തിലും എഴുതാൻ മറക്കരുതേ. അപ്പൊ നമ്മളിത് എങ്ങനെ ഈ പ്രോബ്ലം എഴുതുന്നത്? മിനിമൈസ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ എഴുതും? മിനിമൈസ് z equal to 6,000 x1 plus 4,000 x2 subjected to the constraints constraints 3x1 plus x2 greater than or equal to 24. അതാ സിംപ്ലിഫൈ ചെയ്ത് എഴുതാണ്. അടുത്തതോ x1 plus x2 greater than or equal to 60. അടുത്തത് x1 plus 3x2 greater than or equal to 24 and x1 greater than or equal to 0, x2 greater than or equal to 0. Okay.
next question. A firm manufactures two types of products, A and B, and sells them at a profit of rupees 2 on type A and rupees 3 for type B. Each product is produced on two machines, G and H. Type A requires 1 minute of processing time on G and 2 minutes on H. Type B requires 1 minute on G and 1 minute on H. The machine G is available for not more than 6 hours and 40 minutes, while machine H is available for 10 hours during one working day. Formulate the problem as a linear programming problem so as to maximize the profit. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ പ്രോഫിറ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പ്രൊഡക്റ്റിനെ നമ്മൾ എന്താ വിളിക്കാണ്? X എന്ന് വിളിക്കാണ്. രണ്ടാമത്തേനെയോ X2 എന്ന് വിളിക്കാണ്. Z എന്താ വരാ? 2x1 പ്ലസ് 3x2. ഇതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമുക്ക് അടുത്തത് എന്ത് എഴുതാം? കൺസ്ട്രെയിൻസ് എഴുതണം അല്ലെ? കൺസ്ട്രെയിൻസ് നമ്മൾ എങ്ങനെ എഴുതാം? പെട്ടി നോക്കിയിട്ടാണ് എഴുതുക അല്ലെ? അങ്ങനെ എഴുതും x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400. അതുപോലെ 2x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600. ശരിയല്ലേ? അതുപോലെ തന്നെ x1 എന്ത് വരും? x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അവർ ടേബിളായിട്ട് എഴുതിയെന്നുള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചത് നോക്കി തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ നമ്മൾ എക്സാമിന് ലാസ്റ്റ് എഴുതേണ്ടത് എങ്ങനെയാ? എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫോർമുല ദ പ്രോബ്ലം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പൊ എന്ത് എഴുതണം? മാക്സിമൈസ് z ഈക്വൽ ടു 2x1 പ്ലസ് 3x2 subjected to the constraints x1 plus x2 less than or equal to 400. അതുപോലെ തന്നെ 2x1 plus x2 less than or equal to 600. ഇതെന്താണ്? x1 greater than or equal to 0, x2 greater than or equal to 0. ഇനി next question. A furniture manufacturer makes two types of sofa of type A and sofa of type B. For simplicity, divided the production process into three distinct operations, say carpentry, finishing, and upholstery. The amount of labor required for each operation varies. Manufacture of sofa of type A requires 6 hours of carpentry, 1 hours of finishing, and 2 hours of upholstery. Manufacture of a sofa of type B requires 3 hours of carpentry, 1 hour of finishing, and 6 hours of upholstery. Owing to limited availability of skilled laborers as well as tools and equipment, the factory has available each day 96 man-hours of carpentry, 18 man-hours for finishing, and 72 man-hours for upholstery. The profit per sofa of type A is 18 and the profit per sofa of type B is 17. How many sofas of type A and type B should be produced each day in order to maximize the profit? Formulate the problem as linear programming problem. Problem എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതും നമ്മള്? അപ്പൊ ടൈപ്പ് എ സോഫേനെ നമ്മൾ എന്തെടുക്കാണ്? x1 എന്ന് എടുക്കാം. അതുപോലെ തന്നെ ടൈപ്പ് ബി സോഫേനെ നമ്മൾ എന്തെടുക്കാണ്? x2 എന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് z ആദ്യം എഴുതാം. z എന്താ വരാ? 18 x1 പ്ലസ് 17 x2. ശരിയല്ലേ?
ഇനി ഓരോന്നിന്റെയും എഴുതാണ്. കാർപ്പൻട്രിയുടെ ആദ്യം എഴുതാൻ പോവാണ്. അപ്പൊ എന്ത് വരും? 6x1 plus 3x2 less than or equal to എത്ര അവറാണ് കാർപ്പൻട്രിക്ക്? 96. ഇനി അടുത്തത് എന്ത് വരും? x1 plus x2 x1 plus x2 less than or equal to 18 വരും. അടുത്തതോ? അടുത്ത് അപ്പോൾസറി കൂടി ഇല്ലേ? അതെന്ത് വരും? 2x1 plus 6x2 less than or equal to 72 എന്ന് വരും. പിന്നെ എന്ത് വരും? x1 greater than or equal to 0, x2 greater than or equal to 0 എന്ന് വരും. അതായത് എങ്ങനെ നമ്മൾ എഴുതാ? ഇതെന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? മാക്സിമൈസ് ആണ്. നമ്മൾ എങ്ങനെ എഴുതും? മാക്സിമൈസ് z equal to 18x1 plus 17x2 subjected to the constraints. ഏതൊക്കെയാണ്? 2x1 plus x2 less than or equal to 32, x1 plus x2 less than or equal to 18, x1 plus 3x2 less than or equal to 36. പിന്നെ അടുത്ത എന്താണ്? x1 greater than or equal to 0, x2 greater than or equal to 0. Okay, now അടുത്ത question. Minimize the quantity z equal to x1 plus 2x2 subjected to the constraints x1 plus x2 greater than or equal to 1, x1 greater than or equal to 0, x2 greater than or equal to 0. നമ്മളിത് എങ്ങനെ ചെയ്യാം? താഴെ നമ്മൾ കൺസ്ട്രെയിൻസ് എടുക്കാനായിട്ട് ഈക്വൽ ടു 0 കൊടുക്കാം. എന്ത് വരും? x1 plus x2 ഈക്വൽ ടു 1 എന്ന് വരും. നമ്മൾ പെട്ടി വരയ്ക്കാണ്. എന്ത് വരും? x1 x2 x1 0 കൊടുക്കുമ്പോൾ x2 എന്ത് കിട്ടും? 1 കിട്ടും. x2 0 കൊടുക്കുമ്പോൾ x1 1 കിട്ടും. ഇവിടെ എന്ത് വരും? 1 0 0 1 എന്ന് വരും. ശരിയല്ലേ? ഇനി ഇതിന്റെ പോർഷൻ ഏതാണ്? ഇവിടെ 0 0. ഈ ഇക്വേഷനിൽ 0 0 കൊടുക്കുന്നത് എന്ത് വരും? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുള്ളൂ. അതായത് അത് ഫോൾസ് അല്ലേ? അപ്പൊ 0 ആണ്. അത് ഇൻക്ലൂഡ് ചെയ്യില്ല. എങ്ങോട്ടാ പോവാ? അതിന്റെ ഷെയ്ഡഡ് റീജിയൻ പുറത്തേക്കായിരിക്കും പോവാ. ശരിയല്ലേ? നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് മിനിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? ഒരു പോയിന്റ് ഇതും ഒരു പോയിന്റ് ഇതും പിന്നെ അങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും വരും. ഈ പോയിന്റ് എന്താ വരുന്നത് നോക്കാം. Z
അപ്പൊ z at 0 1 എന്തായിരിക്കും? 0 1 0 പ്ലസ് 2 ഇൻറ്റു 1, അതായത് 2 കിട്ടും. ഇനി z at 1 0 എന്താ വരാ? 1 പ്ലസ് 2 ഇൻറ്റു 0, അതായത് 1 കിട്ടും. ശരിയല്ലേ? അതായത് ഏറ്റവും കുറവ് വാല്യൂ വരുന്നത് എപ്പോഴാണ്? ഈ 1 0 കുറവ് വാല്യൂ വരുന്നത്. ഇതായിരിക്കും എന്ത്? ഈ പോയിന്റിലായിരിക്കും ഈ ഫംഗ്ഷന് അല്ലെങ്കിൽ ഈ ഇക്വേഷന് എന്ത് വാല്യൂ മിനിമം ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത് എഴുതുന്നു. Next question. Minimize the quantity z equal to x1 plus 2x2 subjected to the constraints x1 plus x2 greater than or equal to 1, 2x1 plus 4x2 greater than or equal to 3, x1 greater than or equal to 0, x2 greater than or equal to 0. നമുക്ക് തന്നിരിക്കുന്നത് z equal to x1 plus 2x2. Constraints എന്തൊക്കെയാ? x1 plus x2 greater than or equal to 1, 2x1 plus 4x2 greater than or equal to 3. അടുത്തത് x1 greater than or equal to 0, x2 greater than or equal to 0. അപ്പൊ എങ്ങനെ ചെയ്യാ? ഓരോ കൺസ്റ്റൻസ് കൊടുക്കുക, ഈക്വൽ ടു 1 കൊടുക്കുക, ഈക്വൽ ടു കൊടുത്ത് കൺസ്റ്റൻസ് എഴുതിയിട്ട് ബോക്സ് വരച്ചിട്ട് എക്സിനും വൈക്കും x1നും x2നും 0 ഇട്ട് കൊടുത്ത് ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ആദ്യതാണ് x1 plus x2 equal to 1. x1 0 കൊടുക്കുമ്പോൾ എന്ത് വരും? x1 വരും. x2 0 കൊടുക്കുമ്പോൾ x1 എന്ത് വരും? 1 വരും. അതായത് എവിടെ വരാം? 1 0 0 1. അടുത്ത കൺസ്ട്രെയിനിലോ 2x1 plus 4x2 equal to 3. ഇതിന്റെ ബോക്സ് എന്താ വരാ? x1 x2. x1 0 കൊടുക്കുമ്പോൾ x2 എന്ത് വരും? 3/4. ശരിയല്ലേ? x2 0 കൊടുക്കുമ്പോൾ x1 എന്ത് വരും? 3/2. അതായത് ഇതിന്റെ വാല്യൂ എവിടെ വരാ? 3/2 0 ഇവിടെ വരും. ഇപ്പോൾ തന്നെ അടുത്തത് ഇവിടെ വരും. 0.75. ഇനി ഇത് രണ്ടും ഇക്വേഷൻ കൊടുക്കുമ്പോൾ രണ്ടും 0 എഴുതാനേക്കുള്ള 3 കിട്ടാം. രണ്ടിന് പുറത്തേക്കായിരിക്കും സൊല്യൂഷൻ വരാം. അതായത് ഏത് പോർഷൻ ആയിരിക്കും കോമൺ ആയിട്ട് വരുന്നത്? ഈ പോർഷൻ ആയിരിക്കും കോമൺ ആയിട്ട് വരുന്നത്. ഈ പോർഷൻ. അപ്പോൾ ഈ പോർഷൻ ആയത് കാരണം ഈ പോർഷൻ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാ? ഒന്ന് ഈ പോയിന്റ്, ഒന്ന് ഈ പോയിന്റ്, പിന്നെ ഏതാ ഈ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റ് എന്താണെന്ന് കിട്ടും? പോയിന്റ് 5 എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിന്റെയും ഓരോ പോയിന്റ് എടുത്തിട്ടും അതിന്റെ വാല്യൂ z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും നമുക്ക് നോക്കാം. അപ്പോൾ z 1.5 0 എന്തായിരിക്കും zന്റെ വാല്യൂ? z ഈക്വൽ ടു x1 plus 2x2 ആണ്. അതായത് 1.5 plus 2 into 0, അതായത് 1.5 എന്ന് വരും. ശരിയല്ലേ?
അതുപോലെ തന്നെ ഇനി സീറോ വണ്ണിൽ എന്ത് വരും? 0 1 സെഡിന്റെ വാല്യൂ x1 പ്ലസ് 2x2 ആണ്. അതായത് 0 പ്ലസ് 2 എന്ന് വരും. അപ്പോൾ 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇനി z അറ്റ് 0.5 0.5 എന്ത് വരും? 0.5 പ്ലസ് 2 ഇൻറ്റു 0.5 എന്ന് വരും. അതായത് 1.5 എന്ന് വരും. നമ്മുടെ അടുത്ത് ഇത് മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായി? രണ്ട് പോർഷനിലും എന്തായി? ഇതിന് മിനിമം വാല്യൂ കിട്ടി. ശരിയല്ലേ? രണ്ട് പോയിന്റിൽ ഇതിന് മിനിമം വാല്യൂ കിട്ടിയത് കാരണം, അതായത് ഇതിന്റെ ഗ്രാഫില് ഈ പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീണ്ടും ഈ 1.55 വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇതിന് എന്തോരം സൊല്യൂഷൻ ഉണ്ടാവും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. ഏത്? ഈ പ്രോബ്ലത്തിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമൈസ് z equal to 0.25x1 plus 0.45x2. x1 plus x2 less than or equal to 300. 3x1 plus 2x2 less than or equal to 480. x1 greater than or equal to 0. x2 greater than or equal to 0. അപ്പൊ നമ്മള് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാണ്. ഏതാണ്? x1 plus 2x2 equal to 300. ഇത് ബോക്സ് വരയ്ക്കുകയാണ്. അപ്പൊ എന്ത് വരും? x1 x2. x1 0 കൊടുക്കുമ്പോൾ x2 എന്ത് വരും? 150 വരും. ശരിയല്ലേ? അതുപോലെ തന്നെ x2 0 കൊടുത്തിട്ട് x1 എന്ത് വരും? 300 വരും. അതുപോലെ അടുത്ത ഇക്വേഷൻ 3x1 plus 2x2 less than or equal to 480. ഇതിൽ x1 ഉണ്ട്, x2 ഉണ്ട്. x1 0 കൊടുക്കുമ്പോൾ x2 എന്ത് വരും? 240 വരും. അതുപോലെ x2 0 കൊടുക്കുമ്പോൾ x1 എന്ത് വരും? 160 കിട്ടും. അപ്പൊ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയാ വരയ്ക്കുക? ആദ്യത്തത് 300 0, ഇവിടെ എന്ത് വരും? 150 വരും. ഇക്വേഷനിൽ എന്തായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ അത് കാരണം 0 കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ 300. അത് ട്രൂ ആയത് കാരണം ഈ പോർഷൻ ആയിരിക്കും വരിക. ശരിയല്ലേ? ഇനി അടുത്തത് വരയ്ക്കുമ്പോഴോ 160 0, അതുപോലെ തന്നെ 0 240. ഇതിങ്ങനെ വരയ്ക്കുമ്പോഴും എന്ത് വരും? വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതായത് ഈ പോർഷൻ ആയിരിക്കും എന്ത് വരിക? നമ്മുടെ റിക്വയർഡ് റീജിയൻ വരുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത് മാക്സിമൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഈ പോർഷൻ വേണം. അതിനായിട്ട് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റ് എന്തായിട്ട് കിട്ടും? 90 105 എന്ന് കിട്ടും. നമ്മൾ സെഡിന്റെ വാല്യൂ ഓരോ പോയിന്റിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുമെന്ന് നോക്കാം. അപ്പോ സെഡ് അപ്പൊ സെഡ് നമ്മൾ ആദ്യം എവിടെ കാണാണ്? 160 0 കാണാണ്. 160
x0 എന്ത് വരും 0.25x1 പ്ലസ് 0.45x2 എന്നാണ്. ഇതിന്റെ അകത്ത് നമ്മൾ x1 x2 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വാല്യൂ കിട്ടുക 40 ആയിരിക്കും. അതുപോലെ തന്നെ z അറ്റ് 90 105ലും എന്തായിരിക്കും വരുന്നത് 69.75 ആയിരിക്കും. അതുപോലെ z അറ്റ് 0 150 എന്തായിരിക്കും വരാ 67.50 ആയിരിക്കും. അതുപോലെ അടുത്തത് 0 എന്തായിരിക്കും വരാ 0 ആയിരിക്കും വരാ. അപ്പൊ ഇത് മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞത് കാരണം അതിനകത്ത് മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത് ഏത് പോയിന്റില 69.75 അതല്ലേ മാക്സിമം വാല്യൂ. അതായത് ഏത് പോയിന്റിലാണ് വന്നത് 90 105ലാണ്. അത് കാരണം അതിന്റെ മാക്സിമം വാല്യൂ എവിടെയാണ് വന്നത് z 90 105 എന്നാണ് നമുക്ക് പറയാൻ പറ്റും. The next question. In a small scale industry, a manufacturer produces two types of bookcases. The first type of bookcase requires 3 hours on machine A and 2 hours on machine B for completion. Whereas the second type of bookcase requires 3 hours on machines A and 3 hours on machine B. The machine A can run at most for 18 hours, while the machine B for at most 14 hours per day. He earns a profit of rupees 30 on each bookcase of the first type and rupees 40 on each bookcase of the second type. How many bookcases of each type should he make each day so as to have a maximum profit? നമ്മൾ അടുത്തത് ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം എഴുതിയിട്ട് എന്താണ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം എഴുതാണ്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ വായിച്ചത് എഴുതാൻ പഠിക്കണേ ആദ്യം. പിന്നെ അത് z എന്ത് വരും z ഈക്വൽ ടു 40x1 40 അല്ല 30x1 പ്ലസ് 40x2 എന്ന് വരും. ശരിയല്ലേ? കൺസ്ട്രെയിൻസ് എന്തൊക്കെയാ വരാ 3x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. അതായത് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എഴുതാം. അപ്പൊ തന്നെ അടുത്ത എന്ത് വരും 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. അതായത് ഇത് രണ്ടുമാണ് കൺസ്ട്രെയിൻസ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിന് നമ്മൾ എങ്ങനെ എഴുതും? ഇത് എന്ത് കണ്ടുപിടിക്കാനാ? മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പൊ എന്ത് എഴുതും? മാക്സിമൈസ് z ഈക്വൽ ടു 30x1 plus 40x2 subjected to the constraints എന്ത് വരും x1 plus x2 less than or equal to 6, 3x1 plus 3x2 less than or equal 3x1 അല്ല 2x1 plus 3x2 less than or equal to 40 എന്ന് വരും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിന്റെ പിന്നെ ഒരെണ്ണം കൂടി ഇല്ലേ എന്താണ് x1 greater than or equal to 0, x2 greater than or equal to 0. അപ്പൊ അത് നമ്മൾ ആദ്യത്തെ കൺസ്ട്രെയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? അത് ഈക്വൽ ടു സിമ്പിൾ ആക്കി എഴുതിയിട്ട് അതിന്റെ ടേബിൾ വരയ്ക്കും അല്ലെ? അപ്പൊ ആദ്യത്തെ ഏതാ x1 plus x2 equal to 6 ആണ്. x1ഉം x2ഉം x1 0 കൊടുക്കുമ്പോൾ x2 എന്ത് വരും 6 വരും. x2 0 കൊടുക്കുമ്പോൾ x1 എന്ത് വരും 6 വരും. അതായത് ഇവിടെ എന്ത് വരും 6 0. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും 0 6 എന്ന് വരും. ഇനി അടുത്തത് നമ്മൾ സോൾവ് ചെയ്യാണ്. എന്താണ് 2x1 plus 3x2 equal to 14. അപ്പൊ അതിന്റെ ഇത് വരയ്ക്കുമ്പോൾ എന്ത് വരും ടേബിള് x1 x2 x1 0 കൊടുക്കുമ്പോൾ എന്ത് വരും x2 14/3. അതുപോലെ x2 0 കൊടുക്കുമ്പോൾ x1 എന്ത് വരും 14/2, അതായത് 7 എന്ന് വരും. അതായത് ഈ വാല്യൂ എവിടെ വരാ 7 0 ഇതിവിടെ വരും 0 14/3 ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. ഇനി ഇത് 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 ആയത് കാരണം ഇതെല്ലാം താഴത്തേക്കല്ലേ വരുള്ളൂ. അതായത് ഈ പോർഷൻ ആയിരിക്കും ഇതിന്റെ എന്ത് റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റ് എന്താണ് കിട്ടും 4 2 ആണ് കിട്ടും. നമ്മള് z
ഓരോ പോയിന്റിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ z at 60 എന്തായിരിക്കും? z എന്ന് പറയുന്നത് 30x1 plus 40x2 ആണ്. 30x1 plus 40x2. അതായത് എന്ത് വരും? 30 into 6 plus 40 into 0. ഇത് 180 വരും. ശരിയല്ലേ? ഇനി ബിയിൽ എന്ത് വരും? അതായത് 42. z at 42 എന്ത് വരും? 30 into 4 plus 40 into 2. 120 plus 80 എന്ന് വരും. അതായത് 200 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോ ഇതിൽ നിന്നും നമുക്ക് ഇതിനകത്ത് മാക്സിമൈസ് ചെയ്യാനല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ മാക്സിമം വാല്യൂ ഏതിനകത്ത് കിട്ടിയത്? പ്രോഫിറ്റ് ബി എന്നാണ്. അതായത് ആ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് കിട്ടിയത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബുക്ക്, അതായത് x1ന്റെ വാല്യൂ ആയിട്ട് എന്ത് പറയാം? x1ന്റെ വാല്യൂ 4 ആണെന്ന് പറയാം. x2ന്റെ വാല്യൂ എന്താന്ന് പറയാം? 2 ആണെന്ന് പറയാം. അതായത് x1 ബുക്ക് എ പോലത്തെ ബുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണം? 4 എണ്ണം. ബി പോലത്തത് 2 എണ്ണം ഉണ്ടാക്കണം എന്നാണ് അതിന്റെ അകത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മാക്സിമൈസ് ദ ക്വാണ്ടിറ്റി z equal to x1 plus 2x2. അതുപോലെ കൺസ്ട്രെയിൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാ? x1 plus x2 greater than or equal to 1. x1 greater than or equal to 0. x2 greater than or equal to 0. നമ്മൾ ആദ്യത്തെ കൺസ്ട്രെയിന്റ് എടുത്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x1 plus x2 equal to 1 ആണ്. അതായത് ഇതെന്ത് വരും? x1 x2. x1 0 എടുക്കുമ്പോൾ x2 1 വരും. x2 0 എടുക്കുമ്പോൾ x1 1 വരും. അതായത് 1 0 0 1 ആയിരിക്കും. അപ്പോൾ ഇത് 0 greater than 0 ആയത് കാരണം, അത് ഫോൾസ് ആയത് കാരണം ഏത് പോർഷൻ ആയിരിക്കും വരാ? ഡി പോർഷൻ ആയിരിക്കും വരാ. പക്ഷേ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അൺബൗണ്ടഡ് റീജിയൻ ആണ്. ശരിയല്ലേ? അത് മാത്രമല്ല ഈ ഫംഗ്ഷന് നമ്മൾ അതായത് ഈ പോർഷനിലുള്ള ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് എന്താണ്, അത് കൂടുതൽ പോകുന്തോറും എന്താണ്, ഈ സെഡിന് വലിയ വലിയ വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് എപ്പോഴും മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിന് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. കാരണം ഈ 2 പോയിന്റ് ഇതിന്റെ ഇൻഡിപെൻഡൻസ് ആയത് കാരണം അതായിരിക്കും അതിന്റെ മിനിമം എന്ന് പറയാം. പക്ഷേ ഇതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണത്? അൺബൗണ്ടഡ് ആയത് കാരണം മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം നമുക്ക്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി. എന്താ വന്നിരിക്കുന്നത്? z equal to 2x1 minus 10x2. അതുപോലെ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? x1 minus x2 greater than or equal to 0. അടുത്തതോ x1 greater than or equal to 0, x2 greater than or equal to 0. അതുപോലെ x1 minus 5x2 less than or equal to minus 5. ഇത് തന്നിട്ട് മിനിമൈസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ ഇതെടുക്കാം നമുക്ക്. x1 minus x2 equal to 0. അപ്പോ x1 x2 x1 0 എടുക്കുമ്പോൾ x2 എന്ത് വരും? x2 0 വരും അല്ലേ? x2 0 എടുക്കുമ്പോൾ x1 0 വരും. ഈ 0 0 0 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ ഒരെണ്ണത്തിന് നമുക്കൊരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. x1 1 വരുമ്പോൾ x2 എന്ത് വരും? 1 minus x2 is equal to 0. x2 എന്ത് വരും? x2 1 വരും. അപ്പൊ 0 1 1 ആയിരിക്കും അതിന്റെ വര. ഇതെങ്ങനെ വരയ്ക്കും? 0യും പിന്നെ 1 1 1 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് അല്ലേ? ഇതായിരിക്കും. നമ്മൾ ആ ഇതിനകത്ത് 0 കൊടുക്കുമ്പോൾ 0 ഇൻക്ലൂഡ് ചെയ്യുന്നത് കാരണം താഴത്തേക്കുള്ളതായിരിക്കും അതിന്റെ ഫീസിബിൾ സൊല്യൂഷൻ അല്ലേ? ഇനി അടുത്തത്, അതായത് ഇങ്ങനെ പോണ ഒരു ലൈൻ ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? x minus
5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -5. ഇത് x2. x1 0 കൊടുക്കുമ്പോൾ x2 എന്ത് വരും? 1 വരും. x2 0 കൊടുക്കുമ്പോൾ x1 -5 വരും. അതായത് -5 0 ഇതെവിടെ വരാ? ഇവിടെ അല്ലേ? -5 0. അടുത്തതോ 0 1 0 1. അതായത് ഇത് ഇങ്ങനെ ആയിരിക്കും പോവുക കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരച്ചത് കറക്റ്റ് അല്ലാണ്ടാണ്. നിങ്ങളത് കറക്റ്റായിട്ട് പോയിന്റ് എടുത്ത് വരയ്ക്കുമ്പോൾ ശരിയായിട്ട് വരും. ഇതിങ്ങനെ ആയിരിക്കും പോവുക. അതായത് ഇവിടെ ഒരു റീജിയൻ ഉണ്ടാവും. ഇതായിരിക്കും എന്ത്? അതിന്റെ റീജിയൻ വരാം. നമ്മുടെ അടുത്ത് മിനിമൈസ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. മിനിമം വാല്യൂ ഏത് പോയിന്റിലായിരിക്കും വരാം? ഈ പോയിന്റിലായിരിക്കും വരാം. അതായത് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? ഇക്വേഷൻസ് x1 - x2 ഈക്വൽ ടു 0യും അടുത്തത് 5x2 മൈനസ് x1 - 5x2. (5x2 - x1 greater than or equal to 5). ഇതാണ് നമ്മുടെ ഇത് രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 5x1 - 5x2 ഈക്വൽ ടു 0. ഇത് മൈനസ് ചെയ്യുന്നത് എന്ത് വരും? -6x2 ഈക്വൽ ടു 5 എന്ന് വരും. അതായത് x2 ഈക്വൽ ടു എന്ത് വരും? 5/-6 എന്ന് വരും. ആ 4x2 ഈക്വൽ ടു 5. അപ്പൊ എന്ത് വരും? 5/4 എന്ന് വരും. ശരിയല്ലേ? 5/4 എന്നല്ല പറഞ്ഞേ. അപ്പൊ x1 5/4 എന്ന് കിട്ടി, x2 5/4 എന്ന് കിട്ടി. 5/4 ആയിരിക്കും ആ പോയിന്റ്. അപ്പൊ z അറ്റ് 5/4 എന്തായിരിക്കും? z ന്റെ ഇക്വേഷൻ 2x1 - 10x2 ആയിരുന്നു. അപ്പൊ എന്ത് വരും? 2 × 5/4 - 10 × 5/4 എന്ന് വരും. ശരിയല്ലേ? 2 × 5/4 10/4 - 15/4 എന്ത് വരും? -40/4 എന്ന് വരും. അതായത് എന്ത് വരും? -10 എന്ന് വരും. ഇതാണ് അതിന്റെ മിനിമം വാല്യൂ z ന്റെ. ഓക്കെ, ആ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങളുടെ പോർഷൻസ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ചോദിക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.